ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴ അങ്ങനെ നിർത്താതെ പെയ്തിട്ട് എല്ലായിടവും വെള്ളപ്പൊക്കം തന്നെയല്ലേ. എന്ത് ചെയ്യാനാ, മഴ ഇനി എപ്പം നിൽക്കുവോ എന്തോ. ഞാൻ അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പയ്യ അടുക്കളയിലൊക്കെ കയറിയ സമയമാണിതേ. അപ്പൊ കോവയ്ക്ക മെഴുക്കുവരട്ടാന്ന് കരുതി ആദ്യം. അങ്ങനെ ഞാൻ കോവയ്ക്കയെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഹരിക്കുട്ടൻ ആ വഴി വന്നത്. പിന്നെ ആശാൻ എന്ത് വേണം, കോവയ്ക്ക വേണോന്നായി. അങ്ങനെ കോവയ്ക്ക കൈ കൊടുത്ത് ഒന്ന് കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ഇതിന് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ലാന്ന്. പിന്നെ അതങ്ങനെ അവിടെ വെച്ചിട്ട് കുഞ്ഞു കളിക്കാൻ അങ്ങ് പോയി. ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ എൻ്റെ ചോറ് പാത്രത്തില് സ്ഥിരം ചില കറികൾ കാണും. അതിൽ ഒരു കറിയാ കേട്ടോ ഈ കോവയ്ക്ക മെഴുക്ക് വരട്ടി. പൊതുവെ എനിക്ക് മെഴുക്ക് വരട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മെഴുക്ക് വരട്ടി ഉണ്ടെങ്കിൽ ഞാൻ ചോറും കഴിക്കും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുറെ കറികൾ വേണമെന്നൊന്നുമില്ല സത്യത്തില്. ഇവിടെ ഞാനൊരു കോവല് തൈ വളർത്തുന്നുണ്ടേ. അതിൽ നിന്ന് ആദ്യം പറിക്കുന്ന കോവയ്ക്ക് ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നതാണേ. കോവയ്ക്കെല്ലാം അടുപ്പിൽ വെച്ചിട്ടേ ഞാൻ പിന്നെ നല്ല പഴമാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കുന്ന വെച്ച്. ഇതെന്റെ പ്രത്യേകതയുണ്ടേ. ഇതൊരു ഈസി പഴമാങ്ങ പുളിശ്ശേരിയാ. അതായത് തേങ്ങയൊന്നും അരക്കണ്ടാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പുളിശ്ശേരിയാണ്. ടേസ്റ്റിനൊന്നും ഒരു കുറവും ഇല്ല കേട്ടോ. ആ കറക്റ്റ് പുളിശ്ശേരി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിശ്ശേരി ഇത്. നല്ല പഴുത്ത മാങ്ങ, നല്ല ചുവന്ന ഉള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി, പിന്നെന്താ നമ്മുടെ പച്ചമുളക്, ഇച്ചിരി ഉപ്പ്, ഒരു ഇച്ചിരി ജീരകം, ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. ഇത് ഇത്രയും വെന്ത് വരുന്ന പരുവത്തിനെ നല്ല കട്ട തൈരെടുത്ത് ആ കട്ടയെല്ലാം ഉടച്ച് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് ഒഴിച്ചൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ ഈസി പുളിശ്ശേരി. ടേസ്റ്റിനൊരു കുറവും ഇല്ലെന്ന് ഞാൻ ഗ്യാരണ്ടി ഇപ്പോഴും കൂടെ പറയുവാണേ. പിന്നെ പുളിശ്ശേരിക്ക് വറതാളിച്ചൊഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ആ എണ്ണയിൽ കിടന്ന് മൂക്കുന്ന ഉള്ളിയുടെയും ഉണക്കമുളകിന്റെയും കറിവേപ്പിലയുടെ ഒക്കെ മണം, ഓഹ്, അത് നമുക്ക് സഹിക്കാവുന്നതിന് അപ്പുറം തന്നെയല്ലേ. എനിക്ക് ആ വറതാളിക്കുന്ന സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറിക്ക് പച്ചച്ചൊവ ഇല്ലാതിരിക്കാനായിട്ടാണ് കേട്ടോ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്. ഇതൊരു ടിപ്പും കൂടെയാണേ. നമ്മുടെ വീട്ടിൽ തന്നെ പാല് കാച്ചി ഒഴിച്ചെടുത്ത മോരാ കേട്ടോ ഇത്. അധികം പുളിയും ഇല്ല, നല്ല കട്ടിയുണ്ട്, അടിപൊളി ടേസ്റ്റ് വരുന്നു. ഞാൻ എല്ലാ ഫുഡും ഉണ്ടാക്കുന്നത് ഒരു ഈസി വേയിലാണ്. കാര്യം എനിക്ക് അത്രയും കളയാൻ സമയമില്ല, അതാണ് സത്യം. ഒരു വീട്ടിലെ എല്ലാ ജോലികളും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ജോലിയിലേക്ക് ഒത്തിരി സമയം കളയാൻ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് എന്നാൽ ടേസ്റ്റോടെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതികളിലാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത് എപ്പോഴും. പറഞ്ഞ പോലെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ മീനൊക്കെ വറുത്ത് കേട്ടോ. ഓൾറെഡി ഞാൻ അരപ്പെല്ലാം തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് ജസ്റ്റ് ഒന്ന് വറുത്തേ ഉള്ളൂ. അതൊന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ എന്റെ കറികളൊക്കെ റെഡിയായി. കോവയ്ക്ക മെഴുക്ക് പുരട്ടി, പുളിശ്ശേരി, മീൻ വറുത്തത്, അതെല്ലാം അങ്ങനെ റെഡിയായി. ഉച്ചക്കത്തുള്ള ചോറിനുള്ള കൂട്ടാൻ എല്ലാം റെഡിയായി കേട്ടോ. അങ്ങനെ നല്ല ചൂട് ചോറൊക്കെ വിളമ്പി അതിന്റെ മുകളിലേക്ക് 2 മീൻ വറുത്തയൊക്കെ വെച്ച്, പിന്നെ കുറച്ച് കോവയ്ക്ക മെഴുക്ക് പുരട്ടി എല്ലാം വെച്ച്, പിന്നെ അതിന്റെ നടുക്കായിട്ട് നല്ല മഞ്ഞ കളറുള്ള മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഒഴിച്ച് വന്നപ്പോ തന്നെ ചോറിന്റെ പാത്രം കാണാൻ ഭയങ്കര കളർഫുള്ള്. ഞാനും ഹരിക്കുട്ടനും കൂടെ അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ മഴയൊക്കെ നോക്കിയിരുന്ന്. പിന്നെ ഈ സമയമാകുമ്പോൾ ഹരിക്കുട്ടന് ഒരു ഉറക്കമുണ്ട്. ഈ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ എൻ്റെ ബാക്കി ജോലികളൊക്കെ ചെയ്തു തീർക്കുന്നത്. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, അതെല്ലാം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പാത്രത്തിന്റെ സൗണ്ട് കേട്ട് ഹരിക്കുട്ടൻ ചാടി എണീറ്റ് ഉറക്കത്തിന്ന്. പിന്നെ ആശാൻ പിന്നെ ബഹളമായി, കരച്ചിലായി. പിന്നെ എന്നെ അവിടെ നിർത്തത്തില്ല, ഇങ്ങനെ പുറകെ വന്ന് ഇങ്ങനെ എന്നെ പിടിച്ച് വലിച്ചോണ്ടേ ഇരിക്കും. ഇത് സ്ഥിരമുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോഴത്തേക്ക് എന്റെ പുറകെ വന്ന് എന്റെ ബനിയനിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങി കിടക്കും ചില സമയത്ത്. ഇതൊക്കെ ഇവിടെ സ്ഥിരമുള്ള കാഴ്ചകളാണ് കേട്ടോ. ഈ കുഞ്ഞുങ്ങൾക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ അവരുടെ
മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതാണ്. എന്ത് എപ്പ എങ്ങനെ ഒന്നിലും ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല. പിന്നെ ഞാൻ പാത്രം കഴുകൊക്കെ നിർത്തി മോനെ എടുത്ത് കുറെ നേരം, എന്തായാലും വെള്ളം കയറിയെല്ലാം കിടക്കും എല്ലായിടും. അപ്പൊ ചുമ്മാ അങ്ങോട്ടൊക്കെ നോക്കി ഒരെണ്ണമൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ കാക്കയെ കാക്കയെ കൂടെ ഇവിടെ പാട്ട് ഭയങ്കര ഇഷ്ടമാ. അങ്ങനെ അവിടെ 2-3 കാക്ക വന്നപ്പോ അതിനെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ഈ പാട്ടും പാടിക്കൊണ്ടിരുന്നപ്പം ആളൊന്ന് ഏകദേശം ഒക്കെ ഓക്കെ ആയി. ഹരി ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്റെ ജോലികളൊക്കെ ശടപടന്ന് തീരും കേട്ടോ. നമുക്ക് പെണ്ണുങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യം പറയട്ടെ. ഈ അടുക്കള എപ്പോഴും വൃത്തിയായി കിടക്കുവാണെങ്കിൽ ആ വീട് തന്നെ വൃത്തിയായി കിടക്കുന്ന പോലെ തോന്നാറുണ്ടാവും. അതുപോലെ തന്നെ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകാനില്ല, എല്ലാം നമ്മൾ കഴുകി വെച്ചെങ്കിൽ തന്നെ നമുക്ക് ഒരു 3/4% ജോലി തീർന്നതായിട്ടും തോന്നാറുണ്ടോ? ഇത് രണ്ടും എനിക്ക് തോന്നാറുണ്ടേ. അങ്ങനെ ഞാൻ അടുക്കളയെല്ലാം ആദ്യം തൂത്ത്, പിന്നെ ടേബിൾ ടോപ്പ് എല്ലാം വൃത്തിയാക്കി അടുക്കള അങ്ങ് സെറ്റാക്കി ഞാൻ ആദ്യം ഇട്ടേച്ച്. പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പില്ലോ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സീ പില്ലോ ആയിരിക്കും കേട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പ്രഗ്നൻസി ടൈമിൽ വാങ്ങിയ പില്ലോ ആയിരുന്നേ. ഏറ്റവും ഉപകാരം എന്ന് വെച്ചാൽ നമുക്കല്ലേ അറിയത്തുള്ളൂ, നമുക്ക് കിടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയമാണല്ലോ ഒരു 7, 8, 9 മാസം എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമുക്ക് കംഫർട്ടായിട്ട് കിടക്കാൻ പറ്റിയ, അതായത് നമുക്ക് അത്രയും ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിടക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയാണ് ടൈസി പില്ലോ. വാങ്ങാൻ പറ്റുന്നതെല്ലാം വാങ്ങിച്ച് ഉപയോഗിക്കണം എന്ന് തന്നെ ഞാൻ പറയും. കാര്യം നമുക്ക് ആ സമയത്ത് ഉറക്കമാണ് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ. ഇതിൽ നമ്മൾ കുറെയൊക്കെ നമ്മുടെ അത് പാച്ചപ്പ് ആയി പോകും കേട്ടോ. ആഫ്റ്റർ ഡെലിവറി ബേബി കെയറിനൊക്കെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം, നല്ല യൂസ്ഫുൾ ആണ്. ഞാൻ അത്രയും ഉപയോഗിച്ച് എനിക്ക് അത്രയും ഗുണപ്പെട്ടത് കൊണ്ടാകട്ടെ ഞാൻ ഇത്രയും വിവരിച്ച് പറയുന്നത്. ഇങ്ങനെ ഈ മഴ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും തുണികളും കാര്യങ്ങളും ഒക്കെ കുറച്ച് നനവോടെയാണെങ്കിലും വീടിനകത്ത് തന്നെയല്ലേ ഉണങ്ങാനൊക്കെ ഇടുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഈ ഒരു നനവിന്റെ ഒക്കെ സ്മെല്ല് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തൂപ്പവും തുടപ്പെല്ലാം കഴിഞ്ഞിട്ട് വീടൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ കുന്തിരിക്കത്തിന്റെ കുറ്റി നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അത് വാങ്ങി പുകയ്ക്കും. ഇല്ലെങ്കിൽ ഊതുമരത്തിന്റെ കഷ്ണങ്ങളില്ലേ, അത് പുകയ്ക്കും. നല്ല സ്മെല്ലാണ് അതിന്. ഈ സമയമൊക്കെ ആയപ്പോഴേക്കും അച്ഛൻ വീട്ടിൽ വന്നായിരുന്നേ. ഹരിക്കുട്ടിനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ അച്ഛൻ വന്നത്. ഈ വെള്ളമൊക്കെ ആയതുകൊണ്ട് എനിക്ക് റോഡിലോട്ട് പോകാൻ ബുദ്ധിമുട്ട്. അങ്ങനെ അച്ഛനുമായിട്ട് കുറച്ചു നേരം സംസാരിച്ച് അച്ഛൻ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി കേട്ടോ. അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴേ പിന്നെ അലക്കാൻ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അലക്കി വിരിച്ച്, പിന്നെ അവിടെ കിടന്നിരുന്ന തുണിയെല്ലാം എടുത്ത് മടക്കി, പിന്നെ മേളിലത്തെ ഫ്ലോറും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം 4 ആയി. അപ്പൊ എനിക്കിന്ന് കോഴിക്കോട്ട ഉണ്ടാക്കിയാലോ എന്നൊരു ചിന്ത. അങ്ങനെ അരിപ്പൊടിയൊക്കെ എടുത്ത് നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി അവിടെ വെച്ചേ. ശേഷം ഞാൻ ഇടികല്ലൊക്കെ എടുത്ത് ഒരു കഷ്ണം ഏലക്കയും കുറച്ച് ജീരകവും ഒക്കെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ തേങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ഈ കാണുന്ന പോലെ അരിമാവ് ഇങ്ങനെ പരത്തിയെടുത്ത് എന്നിട്ട് അതിലേക്ക് ഈ ഉണ്ടയെല്ലാം വെച്ച് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ആവിയിൽ പുഴുങ്ങാൻ വെച്ച്. ഞാൻ കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുള്ളേ, ഒത്തിരി ഒന്നും ഇത് കഴിക്കത്തില്ലല്ലോ, ഒരാൾ ഒരെണ്ണമൊക്കെ അല്ലേ കഴിക്കത്തുള്ളൂ. വേസ്റ്റ് ആയി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നമ്പേഴ്സ് കുറച്ചാണ് ഉണ്ടാക്കിയത്. അങ്ങനെ കോഴിക്കോട്ട എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് നല്ല സ്വീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അറിയാലോ അല്ലേ എത്ര സോഫ്റ്റ് ആണെന്ന്. ഈ 4 മണിക്കൊക്കെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും, ആവിയിലൊക്കെ വേകുന്നതല്ലേ. എന്തായാലും ഇന്നത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ടാറ്റാ, ബൈ.